നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് കരുതുന്നു. നമ്മുടെ ജീവിതയാത്രയിൽ നാം നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. എപ്പോഴാണ് എനിക്ക് മനസ്സമാധാനം ലഭിക്കുക? എപ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ സന്തോഷം നിറയുക? എൻ്റെ ലൈഫിൽ ഐശ്വര്യം എന്നെങ്കിലും വരുമോ? പലരും പങ്കുവയ്ക്കുന്ന ഏറ്റവും വലിയ ആശങ്കയും ഇതുതന്നെയാണ്. നമ്മൾ പലപ്പോഴും നമ്മുടെ ചുറ്റുമുള്ള ഊർജത്തെക്കുറിച്ച് ബോധവാന്മാരല്ല. നമ്മുടെ മനസ്സും ചിന്തകളും പോസിറ്റീവായി നിലനിർത്താൻ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്നാൽ നമ്മുടെ ജീവിതത്തിലെ സന്തോഷത്തെയും സമാധാനത്തെയും നിലനിർത്തണമെങ്കിൽ നമ്മളിലേക്ക് വരാനാഗ്രഹിക്കുന്ന പോസിറ്റീവ് ഊർജത്തെ തടയുന്ന നമ്മുടെ ചുറ്റുമുള്ള ബാഹ്യമായ നെഗറ്റീവ് ഊർജങ്ങളെയും വ്യക്തികളെയും നാം വ്യക്തമായി തിരിച്ചറിയേണ്ടതുണ്ട്. ഇന്ന് നാം ചർച്ച ചെയ്യാൻ പോകുന്നത് ശത്രുക്കളെക്കുറിച്ചല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തിൽ അറിയാതെ തന്നെ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന വ്യക്തികളെക്കുറിച്ചാണ്. പലപ്പോഴും അവരെ തിരിച്ചറിയാൻ വൈകിപ്പോകുന്നതാണ് നമ്മുടെ ജീവിതത്തിലെ പല പ്രശ്നങ്ങൾക്കും കാരണമാകുന്നത്. ഈ ഒരു അധ്യായത്തിലൂടെ നമുക്ക് നമ്മളെ തന്നെ എങ്ങനെ സുരക്ഷിതമായി സൂക്ഷിക്കാമെന്നും നമുക്കതിനെക്കുറിച്ച് വിശദമായി നോക്കാം. ഇപ്പോൾ പല ആളുകളുടെ ഉള്ളിലും ഒരു ചിന്തയുണ്ടാകും, ആ വ്യക്തി ആരാണ്? ആ വ്യക്തി ഒരു അപരിചിതനല്ല. നിങ്ങളുടെ ജീവിതത്തിലെ സന്തോഷകരമായ നിമിഷങ്ങളിൽ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന നിങ്ങളുടെ സുഹൃത്ത് വലയത്തിലോ ജോലിസ്ഥലത്തോ അല്ലെങ്കിൽ കുടുംബത്തിലോ ഉള്ള വളരെ അടുത്ത ഒരാളായിരിക്കും. നിങ്ങൾ അവരെ പൂർണ്ണമായി വിശ്വസിച്ചിട്ടുണ്ടാകും. എന്നാൽ അവരുടെ യഥാർത്ഥ സ്വഭാവം വളരെ വ്യത്യാസമാണ്. അവർ നിങ്ങളെ നിരന്തരം നിരീക്ഷിക്കുകയാണ്. അവർ വളരെ സൈലൻ്റായി കൃത്യമായ സമയം നോക്കി നിങ്ങളുടെ ജീവിതത്തെ അസ്വസ്ഥമാക്കാൻ കാത്തിരിക്കുന്ന ഒരു വ്യക്തിയാണവർ. ഈ വ്യക്തിക്ക് അല്ലെങ്കിൽ ഇവർക്ക് നിങ്ങളോട് വെറുപ്പൊന്നുമില്ല. എന്നാൽ നിങ്ങളുടെ വളർച്ചയിൽ അവർക്ക് ഭയമുണ്ട്. നിങ്ങൾ ജീവിതത്തിൽ ഉയർന്നു വരുന്നത്, നിങ്ങളുടെ സ്റ്റെബിലിറ്റി, നിങ്ങളുടെ ഭാവി, ഇതൊക്കെ അവരെ അലോസരപ്പെടുത്തുന്നു. നിങ്ങളോട് അസൂയ തോന്നുന്നത് കൊണ്ടാണ് അവർ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്. നിങ്ങളുടെ സന്തോഷത്തെ നശിപ്പിക്കുക എന്നതാണ് അവരുടെ ഏക ലക്ഷ്യം. ഈ വ്യക്തി നിങ്ങളുമായി ഓവർ അറ്റാച്ച്മെൻറ്റ് ഉണ്ടാക്കിയെടുക്കും. നിങ്ങളെ വൈകാരികമായി മാനിപ്പുലേറ്റ് ചെയ്യാൻ അവർക്ക് പ്രത്യേക കഴിവുണ്ട്. നിങ്ങൾ അവരെ അമിതമായി ആശ്രയിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കും. അവർ ഇല്ലാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന തോന്നൽ നിങ്ങളിൽ ഉണ്ടാക്കി നിങ്ങളെ അവരുടെ നിയന്ത്രണത്തിൽ എത്തിക്കാൻ അവർ ശ്രമിക്കും. നിങ്ങൾ ഇവരെ കാണുമ്പോൾ അല്ലെങ്കിൽ സംസാരിക്കുമ്പോൾ നിങ്ങൾക്കൊരുതരം ഇമോഷണൽ പ്രഷർ അനുഭവപ്പെടുന്നുണ്ടോ? നിങ്ങളുടെ ലൈഫിൽ വലിയ മാറ്റങ്ങൾക്ക് ഇവർ കാരണമായിട്ടുണ്ടോ? ഇവരോട് സംസാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയൊരു ഭാരം അനുഭവപ്പെടുന്നുണ്ടോ? എങ്കിൽ ഉറപ്പിക്കാം, സൂക്ഷിക്കേണ്ട ആ വ്യക്തി ഇവർ തന്നെയാണ്. ഇത്തരം മുന്നറിയിപ്പുകളെല്ലാം ഭഗവാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നതാണ്. ഇത്തരം കാര്യങ്ങളെ അവഗണിച്ചാൽ നിങ്ങൾ കൂടുതൽ അവരിലേക്ക് വൈകാരികമായി അഡിക്റ്റ് ആകും. പിന്നീട് ഈ കിണയിൽ നിന്ന് പുറത്തു കടക്കാൻ നിങ്ങൾക്ക് ഒരിക്കലും കഴിയാതെ വരും. ഇത്തരം വ്യക്തികളെ നമുക്ക് ഒരുപക്ഷെ പെട്ടെന്ന് മനസ്സിലാവണമെന്നില്ല. നമ്മുടെ കൂടെ എല്ലാ കാര്യങ്ങൾക്കും നിൽക്കുന്ന ആളു തന്നെയായിരിക്കും. പക്ഷേ അവരുടെ ഉള്ളിൽ നിങ്ങളുടെ ഉയർച്ച തടയുക എന്നൊരു അജണ്ട കൂടി ഉണ്ടാകും. ചില സന്ദർഭങ്ങളിൽ തോന്നും ഇവർക്ക് വലിയ സ്നേഹവും മനസ്സിന് കരുണയും ഉള്ളവർ തന്നെയാണ് എന്ന്. എന്നാൽ കാര്യങ്ങൾ അത്തരത്തിലാണെങ്കിലും അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവരുടെ ജീവിതത്തെ ബലികേടാക്കാൻ മടിക്കാത്തവരാണ്. നിങ്ങളോട് നല്ല രീതിയിൽ സംസാരിക്കുകയും നിങ്ങൾക്കൊപ്പം ചേർന്ന് നിൽക്കുകയും ചെയ്യുമെങ്കിലും നിങ്ങളെക്കുറിച്ച് ഒരാൾ മോശമായി സംസാരിക്കുമ്പോൾ അത് കേട്ടു നിൽക്കുകയും ആ കാര്യങ്ങൾക്ക് അനുകൂലമായ മറുപടി നൽകുകയും ചെയ്യും. അത്തരത്തിലുള്ള വ്യക്തികളാണിവർ. നിങ്ങളുടെ ജീവിതത്തിലെ ഉയർച്ചകൾ, നിങ്ങൾക്ക് പുതുതായി വരുന്ന ബന്ധങ്ങൾ, നിങ്ങളുടെ നിലവിലുള്ള ബന്ധങ്ങൾ, ഇതെല്ലാം ഇവരെ അലോസരപ്പെടുത്തുന്നുണ്ട്. കാരണം നിങ്ങൾ അവരിലേക്ക് അടുത്തതുപോലെ മറ്റുള്ള ആളുകളിലേക്കും അടുക്കുകയും ഇവരുമായി അകലുകയും ചെയ്യുമോ എന്നുള്ള ഭയമുണ്ട്. അത് മറ്റൊന്നും കൊണ്ടല്ല, അവരുടെ നിയന്ത്രണത്തിൽ നിന്ന് നിങ്ങൾ മാറിക്കഴിഞ്ഞാൽ അവരുടെ പദ്ധതികളൊന്നും നടക്കാതെ പോകും. നിങ്ങൾ മറ്റുള്ളവരെ ആശ്രയിക്കുന്നവരാണെന്ന് അവർക്കറിയാം. ആ ആശ്രയം മറ്റൊരാളിലേക്ക് കൂടെ പടർന്നു കഴിഞ്ഞാൽ നിങ്ങൾ വളരെയധികം ഉയരങ്ങളിലെത്തുമോ എന്നുള്ള ഭയവും ഇവർക്കുണ്ട്. ഇങ്ങനെയുള്ള ആളുകളുടെ ബന്ധങ്ങളിൽപ്പെട്ട് എത്ര ആളുകളുടെ ജീവിതമാണ് മുരടിച്ചു പോയിരിക്കുന്നത്. കാരണം വളർച്ചയ്ക്ക് പകരം മുരടിപ്പാണ് അവർ ജീവിതത്തിലേക്ക് തരുന്നത്. നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല, നിങ്ങൾക്കൊപ്പം ഭഗവാനുണ്ട്. നിങ്ങളുടെ ജീവിതം തകർക്കാൻ, അല്ല എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ വളർച്ചകൾ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവരെ ഭഗവാൻ നോക്കിക്കാണുന്നുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം തന്നെ ഈ പ്രപഞ്ചം കാണുന്നുണ്ട്. പ്രപഞ്ചം നിങ്ങൾക്കൊപ്പം നിൽക്കുന്നതും നിങ്ങൾ ഈ ഒരു കാലഘട്ടം വരെ ഇത്തരം ആളുകൾക്കിടയിലൂടെ ജീവിച്ചു വന്നതും എല്ലാം ആ ഒരു ശക്തി നിങ്ങൾക്കൊപ്പം ഉള്ളത് കൊണ്ട് തന്നെയാണ്. തുടർന്നും ആ ഒരു അനുഗ്രഹം നിങ്ങൾക്കുണ്ടാവുക തന്നെ ചെയ്യും. നിങ്ങളുടെ ജീവിതത്തിലെ ചില പ്രതിസന്ധികളെ തിരിച്ചറിയുവാൻ വേണ്ടിയാണ് ഭഗവാൻ ഇത്തരം സന്ദേശങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഇത്തരം സന്ദേശങ്ങളെ അവഗണിക്കാതെ ഇതിൽ നിന്ന് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം സ്വീകരിക്കുക.
ബാക്കിയെല്ലാം മാറ്റി നിർത്തുക. ജീവിതത്തിൽ നമ്മുടെ ചുറ്റുമുണ്ടാകുന്ന നെഗറ്റീവ് ഊർജ്ജത്തെക്കുറിച്ച് നാം ബോധവാന്മാരായിരിക്കണം. നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം സംഭവിക്കുന്നു നിത്യേന എന്നതിനെക്കുറിച്ച് നമുക്കൊരു ധാരണയുണ്ടാവണം. നമ്മുടെ ജീവിതത്തിൽ ഓരോ വ്യക്തികളുടെ ജീവിതത്തിലും പല കാര്യങ്ങൾ ദിനംപ്രതി സംഭവിക്കുന്നുണ്ട്. ചില ആളുകൾക്ക് ജീവഹാനി വരെ സംഭവിക്കുന്നുണ്ട്. ഇതിനെല്ലാം പിന്നിൽ നെഗറ്റീവ് ഊർജ്ജത്തിൻ്റെ പ്രവർത്തനവും ഉണ്ടാവും. നെഗറ്റീവ് ഊർജ്ജം ധാരാളമായി നമുക്ക് ചുറ്റുമുണ്ടാകുമ്പോൾ അപകടങ്ങളും അസ്വസ്ഥതകളും അസുഖങ്ങളും എല്ലാം നമ്മെ തേടിയെത്തും. അതുകൊണ്ട് തന്നെ അത്തരം നെഗറ്റീവ് ഊർജ്ജത്തിൽ നിന്ന് മുക്തരാവുക എന്നത് വളരെ പ്രാധാന്യമുള്ള കാര്യം തന്നെയാണ്. ഇത്തരം നെഗറ്റീവ് ഊർജ്ജത്തിൽ നിന്ന് മുക്തരാവുക എന്നത് അത്ര സാധ്യമായ കാര്യമല്ല. ചില വ്യക്തികളുടെ നോട്ടത്തിൽ തന്നെ നെഗറ്റീവ് ഊർജ്ജം നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്നു. കണ്ണേറ് പോലുള്ള കാര്യങ്ങൾ ഒറ്റ നോട്ടത്തിൽ സംഭവിക്കുന്നു. ദിനംപ്രതി ഇത്തരം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കും. ഇത് നമ്മുടെ ജീവിതത്തെ പുറകോട്ട് നയിക്കുവാനാണ് സഹായിക്കുക. അതുകൊണ്ടാണ് നാം നേരത്തെ പറഞ്ഞത് പ്രാർത്ഥനകൾ ശീലമാക്കുക എന്നത്. നാം രാത്രി ഉറങ്ങുമ്പോഴും രാവിലെ ഉണരുമ്പോഴും പ്രാർത്ഥന ശീലമാക്കുക. നാം വിശ്വസിക്കുന്ന ആ പ്രപഞ്ചശക്തിയെ ആത്മാർത്ഥമായി മനസ്സിൽ ധ്യാനിക്കുക. രാത്രി ഉറങ്ങുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾ നമുക്ക് ശാന്തമായ ഉറക്കം നൽകുവാൻ സഹായിക്കുന്നു. നമുക്ക് ചുറ്റുമുള്ള ദുഷ്ടശക്തികളെ അകറ്റി നിർത്താൻ നമ്മുടെ ശക്തിയേറിയ പ്രാർത്ഥനകൾക്ക് കഴിവുണ്ട്. കൂടാതെ രാവിലെ ഉണരുമ്പോഴുള്ള പ്രാർത്ഥനകൾ, ഇത്തരം നെഗറ്റീവ് ഊർജ്ജങ്ങൾ വീണ്ടും നമുക്കടുത്ത് വന്നുവെങ്കിൽ അതിനെ അകറ്റാനുള്ള വലിയ ഒരു ശക്തി ഈ പ്രാർത്ഥനകൾക്കുണ്ട്. കൂടാതെ സാധ്യമാവുന്ന സമയങ്ങളിലെല്ലാം തൊട്ടടുത്തുള്ള ആരാധനാലയത്തിൽ ദർശനം നടത്തി പ്രാർത്ഥിക്കുക. ക്ഷേത്ര ദർശനമാണ് നടത്തുന്നതെങ്കിൽ വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കുക. ആരാധനാലയങ്ങൾ സ്ഥിതി ചെയ്യുന്നത് എന്നും പോസിറ്റീവ് ഊർജ്ജം നിലനിൽക്കുന്ന സ്ഥലമായിരിക്കും. വാസ്തുശാസ്ത്രപ്രകാരം അവിടെ പോസിറ്റീവ് ഊർജ്ജം നിറഞ്ഞു നിൽക്കുന്ന സ്ഥലമായിരിക്കും. അത്തരം ഇടങ്ങളിലേക്ക് കയറി ചെല്ലുമ്പോൾ നമുക്ക് ചുറ്റുമുള്ള ഇത്തരം ദുഷ്ടശക്തികൾക്ക് അങ്ങോട്ട് പ്രവേശിക്കുവാൻ സാധിക്കുകയില്ല. നമുക്കവിടെ കയറിക്കഴിഞ്ഞാൽ മനസ്സിന് സമാധാനവും സന്തോഷവും നൽകും. നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്ന മറ്റൊരു കാര്യം എന്തെന്നാൽ ഇത്തരം വ്യക്തികളെ പെട്ടെന്ന് തിരിച്ചറിയുക. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ സംഭവിക്കുകയും അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സമാധാനം നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഏതൊരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തെ, നിങ്ങളുടെ സമാധാനത്തെ തകർക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ അത്തരം വ്യക്തികളുടെ സാന്നിധ്യം നിങ്ങളുടെ ജീവിതത്തിലെ സന്തോഷത്തെയും സമാധാനത്തെയും ഐശ്വര്യത്തെയും ഇല്ലാതാക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. ആ വ്യക്തികളെ നാം ഐഡൻറ്റിഫൈ ചെയ്യുക. ആ വ്യക്തികളെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അവരെ നാം ഒരകലം പാലിച്ച് നിർത്തുക. അവർ എത്ര തന്നെ അടുത്തവരായാലും ബന്ധുക്കളായാലും ആരു തന്നെ ആയാലും നമ്മുടെ ജീവിതത്തിലെ സമാധാനവും സന്തോഷവും സമ്പത്തും ഐശ്വര്യവും എല്ലാം ഇല്ലാതാക്കുവാൻ, ആ ഒരു വെളിച്ചം ഇല്ലാതാക്കുവാൻ ശ്രമിക്കുന്ന ആളുകൾ നമുക്കൊരു ഭാരം തന്നെയാണ്. ജീവിതത്തിൽ ഉടനീളം അവരെ കൊണ്ട് നമുക്ക് ദുഷ്കരമായ യാത്രകളായിരിക്കും ഉണ്ടാവുക. അതായത് ജീവിതമെന്നത് ചെറിയൊരു യാത്രയാണ്. ആ യാത്രക്കിടയിൽ ഇത്തരം ആളുകളെ കണ്ടുമുട്ടുക എന്നത് സ്വാഭാവികമാണ്. എന്നാൽ മുന്നോട്ടുള്ള യാത്രയിൽ ഇത്തരം വ്യക്തികൾ നെഗറ്റീവാണ് എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അവരെ നാം മാറ്റി നിർത്തുക എന്നത് വളരെ പ്രധാനമുള്ള കാര്യമാണ്. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അത്തരം ആളുകളെ ഒഴിവാക്കുക എന്നത് സാധ്യമല്ല. നാം ക്രമേണ അവരിൽ നിന്ന് അകലുക. നാം അവരിൽ നിന്ന് അകന്ന് മാറി നിൽക്കുക. അവർ പിന്നെയും നമുക്കെതിരെ തിരിയുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കുക. എന്നാൽ കൂടുതൽ സമയം ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കരുത്. നിങ്ങൾ കാരണം മറ്റൊരാളുടെ കണ്ണുനീരിന് കാരണവുമാവരുത്. നിങ്ങൾ ആരെയും ഉപദ്രവിക്കുവാനും പാടുള്ളതല്ല. നിങ്ങൾ സഞ്ചരിക്കുന്ന സത്യസന്ധതയുടെയും ആത്മാർത്ഥതയുടെയും സ്നേഹത്തിൻ്റെയും വഴികളിലൂടെ തന്നെ മുന്നോട്ട് പോവുക. കാരണം ഒരിക്കൽ അത്തരം വഴികളിൽ നിന്ന് നാം വ്യതിചലിച്ചു പോയാൽ വീണ്ടും ആ വഴിയിൽ എത്തിച്ചേരുക എന്നത് വളരെ സാഹസമുള്ള കാര്യമാണ്. ഇപ്പോൾ നിങ്ങളുടെ യാത്രയിൽ ഭഗവാന്റെ അനുഗ്രഹമുണ്ട്. തുടർന്നും നിങ്ങൾക്കായൊരു അനുഗ്രഹം ലഭിക്കണമെങ്കിൽ നിങ്ങൾ നാളിതുവരെ ജീവിച്ച അതേ രീതിയിൽ മുന്നോട്ട് പോവുക. നിങ്ങൾ ഇതുവരെ എത്തിയത് തന്നെ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയുടെ അനുഗ്രഹം കൊണ്ടാണ്. നിങ്ങൾ ഈ സന്ദേശം കേൾക്കുന്നതും ആ ശക്തിയുടെ അനുഗ്രഹം തന്നെയാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്നത് ഇത്രമാത്രം: ആ വ്യക്തിയെ മാറ്റിയെടുക്കുക എന്നത് സാധ്യമായ കാര്യമല്ല. ആ വ്യക്തിയിൽ നിന്ന് മാറി നിൽക്കുക എന്നതാണ് പ്രധാനം. നമുക്കിടയിൽ പോസിറ്റീവായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ധാരാളം ആളുകൾ ഉണ്ട്. അവർക്കിടയിലേക്ക് ഇറങ്ങുക. പോസിറ്റീവ് ഊർജ്ജം നിറഞ്ഞു നിൽക്കുന്ന, നാം നേരത്തെ പറഞ്ഞതുപോലുള്ള ആരാധനാലയങ്ങൾ പോലുള്ള സ്ഥലങ്ങളിൽ സമയം ചിലവഴിക്കുക. നല്ല ചിന്തകളോടുകൂടി മുന്നോട്ട് പോവുക. നിങ്ങളെ തകർക്കാൻ ആഗ്രഹിക്കുന്നവരെ പ്രപഞ്ചത്തിന് വിട്ടു നൽകുക. അവർ എത്ര വലിയ ശക്തനാണെങ്കിലും സമ്പന്നനാണെങ്കിലും പ്രപഞ്ചത്തിന് മുന്നിൽ അവർ ഒന്നുമല്ല. നിങ്ങളുടെ ശക്തമായ പ്രാർത്ഥനകൾക്കും പ്രവർത്തനങ്ങൾക്കും മുന്നിൽ അവർ ഒന്നുമല്ല. നിങ്ങളെ വേട്ടയാടുന്നവരെ കാലം ഒരു നാൾ വേട്ടയാടും. കാലം കണക്ക് ചോദിക്കാതെ കടന്നു പോവുകയില്ല. ഇത്തരം നെഗറ്റീവ് ഊർജ്ജത്താൽ മടി, അലസത, അസുഖങ്ങൾ, മറ്റ് പല പ്രയാസങ്ങളും അനുഭവിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ നടക്കുന്ന നമ്മുടെ പൂജാ വഴിപാടുകളിൽ പങ്കാളിയാവുക.
ഈ ശക്തിയേറിയ പൂജാ വഴിപാടുകൾക്ക് നിങ്ങളുടെ ജീവിതത്തെ ബാധിച്ചിരിക്കുന്ന നെഗറ്റീവ് ഊർജ്ജത്തെ ഇല്ലാതാക്കി സമാധാനവും സന്തോഷവും ഐശ്വര്യവും നിങ്ങൾക്ക് നൽകുവാൻ സഹായിക്കും. ഒപ്പം തന്നെ ഈ ഒരു അധ്യായം ഇത്തരം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കിടയിലും ബന്ധുക്കൾക്കിടയിലും ധാരാളം ഉണ്ടാവും. അത്തരം ആളുകളിലേക്ക് ഈ ഭഗവാന്റെ സന്ദേശം നിങ്ങൾ ഷെയർ ചെയ്യുക. അവരുടെ ജീവിതത്തിൽ ബാധിച്ചിരിക്കുന്ന നെഗറ്റീവ് ഊർജ്ജത്തെ ഇല്ലാതാക്കി അവർ കൂടുതൽ ഊർജ്ജസ്വലരായി ജീവിതത്തിൽ മുന്നേറട്ടെ. നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ തന്നെയാണ് ഈ പ്രപഞ്ചം നിങ്ങളെ ഉയരങ്ങളിൽ എത്തിക്കുന്നത്. നിങ്ങളുടെ നിസ്വാർത്ഥമായ മനസ്സും നിഷ്കളങ്കമായ പ്രവൃത്തിയും ഈ പ്രപഞ്ചം നിങ്ങളെ ഉയരങ്ങളിൽ എത്തിക്കും. കൂടാതെ എന്നത്തെയും പോലെ നിങ്ങളുടെ വിലയേറിയ ലൈക്കുകൾ ഈ വീഡിയോന് ചെയ്യുക. നിങ്ങളുടെ ലൈക്കുകൾ തന്നെയാണ് നമ്മുടെ സന്തോഷം. നിങ്ങളുടെ ഏവരുടെയും ജീവിതത്തിൽ സമാധാനവും ഐശ്വര്യവും സമ്പത്തും നിറഞ്ഞു നിൽക്കട്ടെ എന്ന് നാം പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾപ്പെടുത്താം. ഇത്തരം വിശ്വാസ സംബന്ധമായ അറിവുകൾ നിങ്ങളിലേക്ക് എത്തുന്നതിന് ഈ ചാനൽ പിന്തുടരുക.